എല്ലാവരെയും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ ആരോപണത്തിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ആരോപണമെന്നും എന്താണ് ഈ വിഷയമെന്നും എല്ലാം നമുക്ക് വിശദമായി പറയാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പാടിപ്പുകഴ്ത്തുന്ന ഒരു സ്തുതിഗാനം എഴുതിയ ആൾക്ക് വിരമിച്ചതിന് ശേഷം സെക്രട്ടേറിയറ്റിൽ നിയമനം നൽകിയിരിക്കുന്നു. ഇതാണ് പിണറായിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദമായി വന്നിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയന് സ്തുതിഗാനം എഴുതിയ പൂവത്തൂർ ചിത്രസേനന് ധനവകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം ലഭിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിൽ ഇദ്ദേഹത്തിന് ജോലിയുണ്ടായിരുന്നു. അവിടെ നിന്നും വിരമിച്ചതിന് ശേഷം ഏപ്രിൽ 25-നാണ് പുനർനിയമനത്തിന് ചിത്രസേനൻ അപേക്ഷിച്ചത്. എന്നാൽ 24-ന് തന്നെ നിയമനം നൽകുകയായിരുന്നു. ഇതൊക്കെയാണ് വിവാദത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ. ഏപ്രിൽ 25-ന് പുനർനിയമനത്തിന് അപേക്ഷ സമർപ്പിച്ച വ്യക്തിക്ക് 24-ന് നിയമനം നൽകിയിരിക്കുന്നു. ഇതിൽ അസ്വാഭാവികതയുണ്ട്. ചട്ടം പാലിച്ചാണ് നിയമനമെന്നും സംഘടനയ്ക്ക് അതിൽ പങ്കില്ലെന്നും എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. അതേസമയം പിണറായി സ്തുതി പാടിയതിൽ തെറ്റില്ലെന്നും സ്തുതി ഗീതത്തിൽ തെറ്റില്ലെന്നും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നുമാണ് ഈ ചിത്രസേനൻ പറയുന്നത്. പിണറായിക്ക് വേണ്ടി സ്തുതി പാടിയതിൽ തെറ്റില്ല എന്നാണ് ചിത്രസേനൻ പറയുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണത്രേ. ചിത്രസേനനാണ് ഈ സ്തുതി ഗാനത്തിൻ്റെ രചയിതാവ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 2 ദിവസം മുൻപാണെന്ന് തോന്നുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് സ്തുതിഗീതവുമായി സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനാ ജീവനക്കാർ രംഗത്തെത്തിയത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിനാണ് വേദിയിൽ പിണറായി സ്തുതി ഗീതം നിറഞ്ഞത്. വേദിയിലെത്തിയപ്പോൾ ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി എന്ന് തുടങ്ങുന്ന പിണറായി സ്തുതിഗീതമാണ് അരങ്ങേറിയത്. ഈ സ്തുതിഗീതത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വേദിയിലേക്കുള്ള രംഗപ്രവേശം. ചെമ്പടയ്ക്ക് കാവലായി ചെങ്കനൽ കണക്കൊരാൾ, ചെങ്കൊടീകരത്തിലേന്തി കേരളം നയിക്കയായി എന്നുള്ള വാഴ്ത്തുപാട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1-2 വരികൾ മാത്രമാണ് ഞാൻ ഇതിൽ നിങ്ങളോട് പറഞ്ഞത്. ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു പാട്ടായിരുന്നു. മുഴുനീളം പിണറായി വിജയനെ വാഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമുള്ള ഒരു പാട്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സർ CP രാമസ്വാമിയുടെ ഭരണകാലമാണ്. അതുപോലെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണകാലമാണ്. സ്തുതി പാടുന്നവന് മാത്രം അവന് ജോലി കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം അധംപതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി പ്രസംഗത്തിന് ശേഷം മടങ്ങുമ്പോഴും വേദിയിൽ ഈ സ്തുതിഗീതം, ഈ വാഴ്ത്തുപാട്ട്, പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രശംസാ പാട്ടുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തരക്കാർ നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? എനിക്ക് സ്തുതി പാടുന്നവന്, എന്നെ പ്രശംസിക്കുന്നവന്, എന്നെ പുകഴ്ത്തുന്നവന്, അവന് മാത്രം ഇവിടെ ജോലി കിട്ടും. എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് വളർന്ന് ഡിഗ്രിയും PGയും അതിലപ്പുറത്തേക്കുമൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയവൻ PSC പരീക്ഷ എഴുതി കാത്തിരിക്കുമ്പോൾ പിൻവാതിൽ നിയമനത്തിലൂടെ തൊഴിൽ അവസരങ്ങൾ നിറയ്ക്കുകയാണ്. പിണറായിയെ പ്രശംസിക്കുന്നവന് മാത്രം തൊഴിൽ. ഈ അവസ്ഥയിലേക്ക് കേരളം അധംപതിച്ചിരിക്കുന്നു.
ഈ വ്യവസ്ഥിതിയെയാണ് തൂത്തെറിയേണ്ടത്. ഈ വ്യവസ്ഥിതി വെച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഞാൻ പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക ബാക്കി എന്ത്, എങ്ങനെ, എങ്ങോട്ട് എന്ന്. അപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം നിർത്തുന്നു.